ഈ യാത്ര ഒരു ചരിത്ര യാത്രയാണ്. ചരിത്രത്തിലേക്കുള്ള ഒരു യാത്ര. 1938 ഫെബ്രുവരി മാസം 20-ാം തീയതി ചിത്തിര തിരുനാൾ മഹാരാജാവ് ഇതേ വീതിയിലൂടെ നടത്തിയ ചരിത്ര യാത്രയ്ക്ക് ശേഷം നടക്കുന്ന പൊതുഗതാഗത രംഗത്തെ ഏറ്റവും ചരിത്രപ്രധാനമായ യാത്ര നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രത്തിലെ ബഹുമാന്യനായ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നടത്തിയിട്ടുള്ള ഐതിഹാസികമായ ചരിത്രയാത്രയാണ് ഇന്ന് തമ്പാനൂരിൽ നിന്ന് നമ്മുടെ സെക്രട്ടേറിയറ്റിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതുമായി സഹകരിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. പ്രത്യേകിച്ചും മാധ്യമങ്ങൾ വലിയ തരത്തിലാണ് ഈ പരിപാടിയെ ജനങ്ങളിലേക്ക് എത്തിച്ചത്. ജനങ്ങൾ ഇന്ന് ആഹ്ലാദ തിമർപ്പിലാണ്. കേരളത്തിലുടനീളം 140 മണ്ഡലങ്ങളിലും സമാനമായ പരിപാടികൾ ഇതിലും അധികം ആവേശത്തോടുകൂടി ജനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുമായി സഹകരിക്കുന്നവർക്കെല്ലാം നന്ദി. ഇത് സ്ത്രീ സമത്വത്തിൻ്റെ, സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഐതിഹാസികമായ മാതൃകയാണ്. ഇതിൽ APLO BPLO ഇല്ല, അന്യ സംസ്ഥാനക്കാരോ സ്വന്തം സംസ്ഥാനക്കാരോ ഇല്ല, പ്രായമുള്ളവരോ ചെറുപ്പക്കാരോ ഇല്ല. ഒരു വ്യത്യാസവുമില്ലാതെ ഏതൊരു സ്ത്രീക്കും ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഇല്ലാതെ, യാതൊരു തരത്തിലുള്ള മുന്നൊരുക്കങ്ങളുമില്ലാതെ ധൈര്യമായി സ്വന്തം വീട്ടിൽ കയറി ചെല്ലാവുന്ന സ്വാതന്ത്ര്യത്തോടുകൂടി ഇനി KSRTC ഓർഡിനറി ബസ്സിൽ കയറി ചെല്ലാം. അവർക്ക് ഇഷ്ടമുള്ളിടത്തിറങ്ങാം. ഇതാണ് ഞങ്ങളുടെ വാഗ്ദാനം നിറവേറ്റിയതിൻ്റെ 1-ാം ഘട്ടമെന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ഇതുമായി സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയും. ചില പ്രചരണങ്ങൾ ചില സ്ഥലങ്ങളിൽ ഓർഡിനറി ബസ്സുകളെ സൂപ്പർ ഫാസ്റ്റ് ആയിട്ടൊക്കെ സ്റ്റിക്കർ മാറ്റി ഓടിക്കും, അങ്ങനെ എന്തെങ്കിലും സംഭവം തിരിച്ചാണ് സംഭവിച്ചിട്ടുള്ളത്. ഓർഡിനറി ബസ്സുകൾ ഇറക്കുകയാണോ ചെയ്തത്? അതെ, സിറ്റി ഫാസ്റ്റുകളിൽ ചിലതിനെ ഓർഡിനറിയാക്കി മാറ്റാൻ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഓർഡിനറി ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അതിൽ ഗ്രാമവണ്ടികൾ വരണമെന്ന് ഞങ്ങൾ ഗ്രാമങ്ങളോടും നഗരങ്ങളോടും അഭ്യർത്ഥിക്കുകയാണ്. അതിൽ സൗജന്യമുണ്ട്. ടൗൺ ടു ടൗൺ ഫ്രീ ആണ്. ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി ഫ്രീ ആണ്. ഇനിയും ഗ്രാമവണ്ടികളുണ്ടാകും. ഇതൊരു തുടക്കം മാത്രമാണ്. ഈ സീറോ ടിക്കറ്റ് എല്ലാവരും നിർബന്ധമായി എടുക്കണം. ഫൈനൊന്നും കൂടെ KSRTC ബസ്സിൽ പൊതുവെ ഇല്ലല്ലോ. അതുകൊണ്ട് പണ്ടുള്ള ഫൈനൊക്കെ തന്നെ എപ്പോഴും എല്ലാവരും നിർബന്ധമായി എടുക്കുന്നത് ഗവൺമെൻറ്റിന് നല്ലതാണ്. അവർക്കും ഒരു ടിക്കറ്റ് അവരുടെ കയ്യിലിരിക്കും. അതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഗുണം ഇപ്പോഴില്ല. പക്ഷേ ഭാവിയിൽ ഈ ടിക്കറ്റ് കൊണ്ട് അവർക്ക് ചില പ്രയോജനങ്ങൾ ഉണ്ടാകുമെന്ന് കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. വിശദീകരണം ചോദിക്കരുത്. മറ്റ് ബസ്സുകളും കൂടെ 2-ാം ഘട്ടമായി വ്യാപിപ്പിക്കില്ലേ? BJP അടക്കം എല്ലാ ബസ്സുകളിലും ഈ സർവീസ് ഉണ്ടാകുമെന്നാണ് സർക്കാർ ആദ്യം പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഓർഡിനറിയിലേക്ക് മാത്രം ചുരുക്കിയെന്നാണ് BJP അല്പസമയത്തിൽ പ്രതിഷേധിക്കുന്നത്. അപ്പോൾ അടുത്ത ഘട്ടം എന്നുള്ള നിലയിൽ മറ്റ് ബസ്സുകളിലേക്ക് എപ്പോഴായിരിക്കും? പ്രതിഷേധിക്കേണ്ടവർ ശക്തമായി പ്രതിഷേധിക്കട്ടെ. അപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ ആവേശം ഉണ്ടാവും. പ്രതിഷേധങ്ങളെ സ്വാഗതം ചെയ്യും. പുരുഷന്മാർക്ക് സൗകര്യം വേണമെന്ന് ആവശ്യമുണ്ട്. സീനിയർ സിറ്റിസൺ കൺസെഷൻ ആവശ്യപ്പെടുന്നുണ്ട്. എല്ലാ ആവശ്യങ്ങളും പരിഗണിക്കാം. എന്തായാലും പൊതുഗതാഗതം ശക്തിപ്പെടുത്തലാണ്. അതാണ് ഒബ്ജക്റ്റീവ്, അതാണ് ലക്ഷ്യം. പൊതുഗതാഗതമാണ്. പൊതുഗതാഗത രംഗത്ത് 33,000 പ്രൈവറ്റ് ബസ്സുകൾ വെറും 8,000-ആയി കുറഞ്ഞപ്പോൾ ഇവിടെ ആരും അത് പരിശോധിക്കാനുണ്ടായില്ല. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് പൊതുഗതാഗതത്തിൻ്റെ സ്ഥിതി 33,000-ൽ നിന്നും 8,000-ലേക്കുള്ള കൂപ്പുകുത്തലാണ്. അതേപോലെ തന്നെ 6,000-ലധികം ബസ്സുകൾ ഓടിയിരുന്ന KSRTC ഇപ്പോൾ 4,500, 4,700-ലേക്ക് റണ്ണിംഗ് സ്റ്റോക്ക് മാറിയിരിക്കുകയാണ്. ഒരുപാട് KSRTC ബസ്സുകൾ വളരെ വിഷമത്തിലുള്ളത്. അതൊക്കെ നന്നാക്കാൻ പോവാണ്. അതെല്ലാം നന്നാക്കും.